നമസ്കാരം പ്രിയ സ്നേഹിതരെ, NRI ഫ്രം ജംഗിളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റിപ്ലൈ മോഡൽ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാലോ, ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് NRI ഫ്രം ജംഗിൾ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാട്ടിൽ നിന്നുള്ള ഒരു പ്രവാസി. അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാരും അതുപോലെ തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ വീഡിയോ കണ്ട ആൾക്കാരും കുറേ ആളുകളൊക്കെ കാണുമ്പോൾ നേരിട്ടും അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടും വാട്സപ്പ് മെസ്സേജ് ആയിട്ടും അതുപോലെ കോളിലൊക്കെ എന്നോട് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ പേര് NRI ഫ്രം ജംഗിൾ, കാട്ടിൽ നിന്നുള്ള പ്രവാസി എന്ന് ഇടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഇതെന്താ ഇങ്ങനെ കിട്ടുവെച്ചാക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പേര് ഇടാനുള്ള വ്യക്തമായ റീസൺ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഇട്ടത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയുന്ന പോലെ വയനാട്ടിലെ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തുള്ള തൃശ്ശിലേരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ്. ഞാൻ ആ തൃശ്ശിലേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ ചെറിയ ഗ്രാമത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ ഒരു ഒരു ഡിഗ്രി വരെ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം ഞാനിങ്ങനെ ഈ പുറത്തേക്ക് പോയിട്ട് PG ഞാൻ ചെയ്തത് ബാംഗ്ലൂരാണ്. അതുകൊണ്ട് കുറച്ച് നാൾ ബാംഗ്ലൂർ വർക്ക് ചെയ്തു. അതിനുശേഷം ദുബായിക്ക് പോയി. അപ്പോഴൊക്കെ ഞാൻ വയനാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, നീ വയനാട്ടിൽ നിന്നാ? വയനാട്ടിൽ നിങ്ങൾക്കിപ്പം റോഡൊക്കെ ഉണ്ടോ? അതോ നമ്മുടെ പ്രേം നസീർ മരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അവിടെ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളവിടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് വിളിക്കുന്നത് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ അങ്ങനെയൊക്കെ അല്ലേ വിളിക്കുന്നത്? അങ്ങനെയൊക്കെ രീതിയിലുള്ള തമാശ ആയിരിക്കാം. പക്ഷെ ഒരു തമാശ സ്ഥിരമായിട്ടിങ്ങനെ വിഷമിപ്പിക്കുന്ന തമാശ കേൾക്കുമ്പോൾ നമുക്കൊരു ശരിക്കും വിഷമം തോന്നുമല്ലോ. അങ്ങനെ വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും, തമാശയല്ലേ എന്ന്. പിന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് മൾട്ടിപ്പിൾ ആൾക്കാരുടെ അടുത്ത് നിന്ന് സെയിം ഡയലോഗുകൾ കേൾക്കാൻ തുടങ്ങിയപ്പം നമുക്ക് ഒരു ചെറിയ വിഷമങ്ങളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ. അതുപോലെ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മളെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് സത്യസന്ധമായി നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അല്ലേ ഞാൻ ഇങ്ങനെയൊരു കാരണത്തെക്കുറിച്ച് വീഡിയോ ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിച്ചതേ അല്ല കേട്ടോ. കുറേ ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം. അപ്പം ചില ആളുകളുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ഓണം കയറാൻ മൂലയാണ് വയനാട് എന്നാണ്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ ഈ കളിയാക്കുന്ന ആൾക്കാർ ഒന്ന് വയനാട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വയനാട് അങ്ങനെയല്ല. പണ്ടത്തെ സ്ഥിതിയല്ല വയനാടിനിപ്പം. എല്ലാവിധ സൗകര്യങ്ങളും വയനാട്ടിൽ നിന്ന് ലഭ്യമാണ്. എന്നാലും വയനാട്ടിലുള്ള ആളുകളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ മുഴുവൻ ആളുകൾ ഞാൻ ഒരിക്കലും പറയില്ലേ, എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടുമില്ല. ചില ആളുകൾ, ഒരു 5% ആളുകൾ, അവർ എപ്പോഴും എന്നോടങ്ങ് ചോദിക്കുമായിരുന്നു, വയനാട്ടിൽ നിന്നാണ് നിങ്ങളവിടെ പ്രേം നസീർ മരിച്ചൊക്കെ അറിഞ്ഞോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വളരെയധികം മോശമായ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിന് ഏത് പേരിടുമെന്ന് ഇങ്ങനെ കുറേ പ്രാവശ്യം ആലോചിച്ചേ. നമ്മളെ അപമാനിക്കാൻ വേണ്ടിയിട്ട്, അതായത് മറ്റുള്ള ആൾക്കാർക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച ആ സാധനം ഉണ്ടല്ലോ, നമ്മളെ അപമാനിച്ചുകൊണ്ട്, ആ സാധനം തന്നെ എടുത്തിട്ട് ആ സാധനം തന്നെ ഇടാമെന്ന് വെച്ചു. ഞാനിപ്പോഴും സത്യസന്ധമായി പറയുന്നു, ഞാൻ കാട്ടിൽ നിന്നാണ്. ഐ ആം ഫ്രം ജംഗിൾ. ഞാൻ അഭിമാനത്തോടെ പറയും. ഉള്ള സാഹചര്യം മറച്ചു വെച്ചിട്ട് എനിക്ക് ആരുടെ മുമ്പിലും ആളാവാൻ തീരെ താല്പര്യമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ നിന്നാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റിലേക്ക് എത്തും. ഞാൻ വയനാട്ടിൽ നിന്നാണ്. മറ്റുള്ളവർ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്നെ കളിയാക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ആദ്യം അപമാനമായിട്ട് തോന്നിയ ആ സാധനം ഇപ്പം ഞാൻ അഭിമാനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും കളിയാക്കാം കേട്ടോ, നോ പ്രോബ്ലം. എല്ലാ ആളുകൾക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അത് വിനിയോഗിക്കുന്നതിൽ ഞാൻ ചെയ്യരുതെന്നൊന്നും പറയില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, ഇങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു മാത്രം. അല്ലാണ്ട് ആരും എന്നെ അങ്ങനെ വിളിക്കരുതോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെ വിളിക്കുന്നവർക്ക് ഇനിയും വിളിക്കാം, നോ പ്രോബ്ലം. എന്നാലും ഞാൻ വിചാരിച്ചത് ആ ഒരു പേര് NRI ഫ്രം ജംഗിൾ എന്നുള്ളൊരു പേര് തന്നെ ഇടാനാണ്. അപ്പം നമ്മളെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു കാരണത്തിൽ പിടിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എവിടം വരെ എത്തുമെന്ന് കാണാമല്ലോ. അതുപോലെ തന്നെ കേരളത്തിലുള്ള ആൾക്കാർ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ
99.9% ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരാളെ ഇപ്പോൾ ചവിട്ടി താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള ചുറ്റുമുള്ള ആളുകൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യും. അതായത് ഞങ്ങളുടെ ഈ കുടുംബത്തെ. വളരെ ചെറിയ യൂട്യൂബ് ചാനലാണ്. നമുക്ക് ആകെപ്പാടെ ഈ നിലവിൽ ഉള്ളതെന്ന് വെച്ചാൽ 325 സബ്സ്ക്രൈബേഴ്സും കുറച്ച് വ്യൂസും മാത്രമേ ഉള്ളൂ. അതിലൊന്നും ഒരു പരാതി ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളേ. അപ്പോൾ എന്തായാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ വീഡിയോസ് ഇടുന്നു. നമുക്ക് സന്തോഷം. ജീവിതത്തിൽ പണിയെടുത്ത് ജീവിക്കുന്നതിനോടൊപ്പം നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം കൂടി ചെയ്യുന്നൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള വളരെയധികം പരിമിതികളുണ്ട്. എന്നാലും നമ്മൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്തു പോകുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾ ബാക്കിയുള്ള യൂട്യൂബ് ചാനലിൽ കാണുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നത്. അപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലുള്ള ആൾക്കാർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കാര്യം, അതായത് ഇങ്ങനെ യൂട്യൂബ് ചാനലിന് പേരിടാനുണ്ടായ ഒരു സാഹചര്യം നിങ്ങളുമായിട്ട് ഞാനിന്ന് പങ്കുവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, സേഫായിട്ടിരിക്കൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.